ഇപ്പം കുറച്ച് പണിയുണ്ട്, കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കയ്യിലൊക്കെയാണ് എഴുതുന്നത്, കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ ലൈക്കും കൂടെ അടിക്കുക. ഇതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ, ഇത് LED ആക്കിയിട്ടുള്ളതാണ്. അതാണ് നമുക്ക് ഫ്ലാഷർ വയ്ക്കാൻ പറ്റിയതാണ്. അകത്ത് കണ്ടോ, LED ആക്കിയിട്ടുള്ളതാണ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർസെപ്റ്ററിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരു സംഭവം ഊരാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഊരുന്നത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വന്നത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ അടിക്കുക, വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളെ വണ്ടി കാർ ഷെഡിൽ വെച്ചിട്ടുണ്ട്, ഒതുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ ഈ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇതന്ന് ആക്സിഡൻറ്റിൽ പറ്റിയതാണ്, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. അപ്പം വണ്ടി എടുത്തുകൊണ്ട് ഒരു സംഭവം ഊരണം. ഫ്രണ്ടും നമ്മൾ ഐസർ വെച്ചിരുന്നല്ലോ, അപ്പോൾ ആ സംഭവം ഊരാന്ന് വിചാരിച്ചു. ഇത് വെറുതെ ഇങ്ങനെ ക്ലാമ്പ് വെച്ചിട്ടൊരു രസമില്ല, അതുകൊണ്ട് എന്തായാലും ഇത് ഊരാന്ന് വിചാരിച്ചു. അത് ഊരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഊരാന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മളെ ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ക്ലച്ച് ഇപ്പം കണ്ടോ ഫുൾ സെറ്റായി. അപ്പോൾ വണ്ടി ജില്ലാണ് നിൽക്കുന്നത്, വണ്ടി ഫുൾ സെറ്റായി. പിന്നെ നമ്മളെ ബ്രാക്ക് ലൈറ്റൊക്കെ പോയിരുന്നു, ഈ ബൾബൊക്കെ മാറി അങ്ങനെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഇനി ബ്രാക്കും കൂടെ സെറ്റാവുള്ളൂ, അതെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ തന്നെ ആ കിറ്റ് വരും. അപ്പോൾ അതും സെറ്റാക്കാം. അപ്പോൾ എന്തായാലും അത് മാത്രമേ ഉള്ളൂ ഇനിയൊരു പ്രശ്നമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പോൾ എന്തായാലും ഇത് വെറുതെ ഒരു ക്ലാമ്പ് ഇങ്ങനെ വെച്ചപ്പോൾ എന്തോ ഒരു വൃത്തിയിടും. അപ്പോൾ എന്തായാലും ഈ ക്ലാമ്പ് അങ്ങൂരാന്ന് വിചാരിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ലൈക്ക് അടിക്കുക, വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഊരാം ഈ സംഭവം. ഇതൊക്കെ ഊരണം, ഇതൊക്കെ ഊരിയാൽ ഇതൊക്കെ ഊരാൻ പറ്റും. കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പം വണ്ടി കഴിവേണ്ട കണക്കൊന്നും ആയില്ല, പക്ഷേ ഇന്നലെ ഇവിടുത്തെ ഒരു ഹോളൊക്കെ അടഞ്ഞിരുന്നൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണിയൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും അത് ഊരണം, അത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ഊരാൻ പറ്റുമെന്നുണ്ടല്ലോ, നിങ്ങൾ കടയിൽ കൊണ്ട് ഊരാം. അപ്പോൾ ഇതിലോട്ട് പോവാം. ഈ വണ്ടിയുടെ ഈവനിങ് റൈഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഇതിലും സിംഗിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. വാവ്, അത് കാണാൻ ലുക്കല്ലേ. വണ്ടി കൊണ്ട് ഇതാ വരുന്നുണ്ട്. പിന്നെ ഡ്യൂക്കിൻ്റെ സർവീസ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതിൽ സിംഗിൾ സീറ്റ് ആക്കിയപ്പോൾ മാരെ ലുക്കല്ലേ. ഇതിന് സിംഗിൾ സീറ്റ് ആക്കിയപ്പോഴും അടിപൊളി ലുക്ക്. നമുക്ക് ഇതിനെയും കൊണ്ട് ഒരു ദിവസം പോകുന്നു. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇതിനെയും കൊണ്ട് പോകണമെങ്കിൽ കമൻറ്റ് ഫുള്ളാവും. പെട്രോൾ ഫുൾ എന്ന് കാണിക്കും, പക്ഷേ ഫുള്ളല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന് ഊരേണ്ട കുറച്ച് പണി നോക്കാം. ഈ ലൈറ്റ് ഊരണം, ലൈറ്റല്ല ഈ സ്ക്രൂ ഊരണം, ഇതിനെ നോക്കണം, പ്ലഗ് ഊരണം, ഇവിടുത്തെ ബോൾട്ടൊക്കെ ഊരണം. കുറച്ച് പണിയുണ്ട്, എന്തായാലും പെട്ടെന്ന് എല്ലാം സെറ്റാക്കാം. പക്ഷേ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് പണിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വിശക്കുമ്പം തിന്നാൻ പഴമൊക്കെ അതിലുണ്ട്. പച്ചപ്പഴം വിശക്കുമ്പം തിന്നണ്ട. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു, പണി തുടങ്ങാം. സ്ക്രൂ ഊരിയിട്ടുണ്ട്. നമുക്ക് ഈ ധൂം ഇളക്കിയെടുക്കാം. ഫുള്ളിളക്കണില്ല, ഫ്രണ്ടിലത്തെ ഈ ഗ്ലാസ് മാത്രം ഊരിയെടുക്കാം. ഒരു ക്ലിപ്പ് ഉണ്ടെന്നു, ക്ലിപ്പ് പൊട്ടാതെയൊക്കെ നമ്മൾ പതിയെ ഊരിയെടുക്കണം. നമ്മൾ അതിസാഹസ്യമായി സംഭവം ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ എല്ലാം ഊരിയില്ല, കുറച്ച് ഊരിയത്. ഇതിനിങ്ങനെ കുറച്ച് പിടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്, അപ്പം പിടിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഊരിയിടാറുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിലോട്ട് പോട്ടെ. ഇപ്പം കുറച്ച് പണിയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ വയറൊക്കെ ഊരി വിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകം, കണ്ടോ. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കയ്യിലൊക്കെയാണ് എഴുതുന്നത്, കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ ലൈക്കും കൂടെ അടിക്കുക. നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല, അതാണ് നമ്മളെ വിഷയം. ലൈക്ക് അടിച്ചാൽ നമ്മളെ വീഡിയോ റീച്ച് ആവുന്നുണ്ട്. ലൈക്ക് അടിക്കുക. ലൈക്ക് കാണുന്നവരെന്തായാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചാൽ ഒന്നും സംഭവിക്കില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കും. അപ്പം ഫ്ലാഷറൊക്കെ ഉണ്ടോ നമ്മൾ, ഇതാണ് നമ്മൾ ഫ്ലാഷർ. കുറേ നേരത്തെ പരിശ്രമത്തിൽ 2 പ്ലഗ് ഊരി, നല്ല പാടായിരുന്നു ആ സംഭവം. നമ്മൾ കുറേ നേരം എടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻഡിക്കേറ്ററിനെ നോക്കി ഊരണവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ ഊരി വെച്ചിട്ട് ലാസ്റ്റ് എൻ്റെ തലയിൽ കൊണ്ടുപോയിക്കില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ അത് ഊരണമെങ്കിൽ പ്രസ് ചെയ്തൊക്കെ വേണം ഊരാൻ. അപ്പോൾ അത് യൂട്യൂബിലൊക്കെ നോക്കി ഊരുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ, അല്ലെങ്കിൽ കടയിൽ കൊണ്ടു കൊടുക്കുക. നമ്മളത്തെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ തിരിച്ച് ഊരി സെറ്റ് ചെയ്തിട്ട് വേണം, ഇതിനെ ഊരിയിട്ട് വേണം അത് തിരിച്ച് സെറ്റ് ചെയ്യാൻ. നമുക്ക് ഉണ്ട്, അതാണ് ഇതിൻ്റെ അകം. കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാഷർ. ഓക്കെ, ബോൾട്ടൊക്കെ നമ്മൾ ഊരിയെടുത്തു. എന്തായാലും ഈ സൈഡും കൂടെ ഇനി ഈ ബോൾട്ട് വരാണ്ട്, ഇതും കൂടെ ഊരിയിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ, ഇത് LED ആക്കിയിട്ടുള്ളതാണ്. അതാണ് നമുക്ക് ഫ്ലാഷർ വയ്ക്കാൻ പറ്റിയതാണ്. അകത്ത് കണ്ട LED ആക്കിയിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റോക്ക് ലൈറ്റിൽ തന്നെ LED സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ക്ലാമ്പ് ഇതാ ഊരിയെടുത്തു. നമ്മൾ സ്റ്റോക്കിലോട്ടാക്കുകയാണ്, അതാണ് ഈ സംഭവം ഊരിയത്. എന്തായാലും അത് വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എയർ പിടിക്കുന്നതിനൊക്കെ തോന്നാം, അതുകൊണ്ടാണ് ഊരുന്നത്. കണ്ടോ, ഒരു സാധനം ഊരിയെടുത്തു. പക്ഷേ അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ ക്ലാമ്പ് ഊരി തിരിച്ച് അതേപോലെ ഇൻഡിക്കേറ്റർ അവിടെ സെറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും സമയങ്ങളില്ലാത്തതുകൊണ്ട് തിരിച്ച് അതുപോലെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് അതും തിരിച്ച് വയ്ക്കുക. അത് ശേഷം ഇത് ഊരാം, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. വെറുതെ അത് കഴിഞ്ഞിട്ട് നമ്മളിട്ട് മെനക്കെടുന്നില്ല. അപ്പോൾ എന്തായാലും ആ സംഭവം സെറ്റ് ചെയ്യണം. ഇതിൽ ഇനി പ്ലഗ് കണക്ട് ചെയ്യണം. പ്ലഗ് ലാസ്റ്റ് കണക്ട് ചെയ്യും. ഇതൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വയ്ക്കാം.
അതൊക്കെ തന്നെ പരിപാടി. ഊരുന്നൊരു സൂക്ഷിച്ച് ഊരുക, ഇതിലൊക്കെ തട്ടി കഴിഞ്ഞാൽ വെറുതെ സ്ക്രാച്ച് ആവുന്നുണ്ട്. നമ്മൾ കണ്ടോ ഇതൊക്കെ തുണിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഊരിയിരിക്കുന്നത്. ഈ സൈഡിലത്തെ ഇൻഡിക്കേറ്റർ നമ്മൾ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി സ്ക്രൂ ടൈറ്റ് ചെയ്യാണ്ട് പ്ലഗ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഊരാണ്. കുറച്ച് ടാസ്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഊരുന്ന ഒരു കടയിൽ കൊടുത്ത് ഊരാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പണിയാണ് ഈ സംഭവം ഊരി വയ്ക്കുക. പക്ഷേ നമ്മൾ അതെന്താ ഊരി എടുത്തിട്ടുണ്ട്. ആ ക്ലാമ്പ് ഊരി ഊരണം. അപ്പോൾ രണ്ടും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ തിരിച്ച് ഡൂം വയ്ക്കാനാണ് അടുത്ത ടാസ്ക്. അതിലൊരു ലോക്കും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് വയ്ക്കണം. നമ്മൾ അടുത്ത ഇൻഡിക്കേറ്റർ ഇതും LED ഇൻഡിക്കേറ്ററാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇതിന് തന്നെ 1000 എത്ര രൂപയാണ് വിലയുള്ളത്. എന്തായാലും അടുത്ത സാധനങ്ങളൊക്കെ ഊരാം. ഈ നമ്മൾ രണ്ടും ഊരി തിരിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതും തിരിച്ച് കയറ്റണം. ബ്ലാക്ക് അത് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ ലൈറ്റ് മാറി ഇൻഡിക്കേറ്ററോ ഫ്രണ്ട് കിടന്ന് മിഞ്ഞ്. അപ്പോൾ നമ്മൾ 2 ക്ലാമ്പും വലിച്ച് ഊരിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്ലാമ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഊരി സ്റ്റോക്ക് ലുക്കിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കാരണം ഊരാൻ കാരണം വേറൊരു സംഭവം ചെയ്യണമുണ്ട്. അതുകൊണ്ടാണ് ഊരാൻ കാരണം. അപ്പോൾ നമ്മളെന്തെങ്കിലും ഇൻഡിക്കേറ്റർ സെറ്റായി. അങ്ങോട്ട് മാറ്റി കത്തിച്ചാലേ എടുത്തോട്ട് വലത്തോട്ടൊക്കെ നോക്കിട്ട് അത് കുറച്ച് ടൈറ്റ്. എല്ലാം സെറ്റാണ്. നമുക്ക് എന്തായാലും അടുത്തിതും കൂടെ വലിച്ചു കയറ്റാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ലോക്ക്. അപ്പോൾ ഇത് ഇനി എങ്ങനെ വെക്കണമെന്ന് അവനെ തന്നെ അറിയാം, എനിക്കറിഞ്ഞൂടാ. അത് ഇനി സെറ്റ് ചെയ്യണം. എന്താ വയറും കാര്യങ്ങളൊക്കെ അകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ്. വേറെ കുറേ പ്ലഗൊക്കെ അതിൻ്റെ തീർന്ന് ഇരിപ്പുണ്ട്. എന്തിനാന്തോ നമ്മൾ ഈ സാധനം തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനും കൂടെ പിടിച്ചു കൊടുക്കേണ്ടി വരും. വീഡിയോ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പം സംഭവം എന്താ ലോക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്. ലോക്ക് വയ്ക്കുന്നതാണ് കുറച്ച് ടാസ്ക്. അതൊക്കെ നോക്കി വയ്ക്കണം. അപ്പോൾ അതിനുള്ള തന്ത്രപ്പാടിലാണ്. ഇവിടെ അത് ഒന്ന് ഇതാക്കി അടിയിലത്തിലാക്കാൻ നോക്കാം. 1 2 യെസ് ഗൈസ്, സക്സസ്. അയ്യോ സ്ക്രൂ താഴെ. എൻ്റെ സംഭവം ടൈറ്റ് ആക്കില്ല. അതിൻ്റെ ടൈറ്റ് ആക്കിയ പിന്നെ എന്താ കുറേ നേരത്തെ കഷ്ടപ്പാടിൽ ക്ലാമ്പ് ഊരി. ഇനി ലൈറ്റ് കത്തുമെന്ന് ദൈവത്തിനറിയാം. നമ്മളത് സെറ്റാക്കി. വാവ്, ക്ലാമ്പ് ഊരി ലൈറ്റ് സെറ്റാക്കി. അപ്പോൾ പഴയതുപോലെ സ്റ്റോക്കായി. ഇനി ചെയ്യേണ്ടത് ഈ സംഭവം അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രി മനസ്സിലാവും. രാത്രി മനസ്സിലാവും. നമുക്കൊരു മിതിൽ വയ്ക്കാം. മീഡിയം താഴെ ഉണ്ടാവും. അതെ വെച്ച് നോക്കാം. സൈഡിൽ നിന്നുള്ളൊരു നോക്കട്ടെ കുറച്ചുകൂടെ. ഇത് ഓക്കെയാണെന്നോ? ഇങ്ങനെ വെച്ച് നോക്കാം. രാത്രി ഇനി അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഉരണ്ട ഈ സംഭവം ലൂസാക്കിയിട്ട് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിൽ നമ്മൾ ഈ സംഭവം സെറ്റാക്കി. വാവ്, തിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. യെസ്, അവനാണ് എല്ലാ പണിയും ചെയ്തത്. അപ്പോൾ ഇവന് വേണ്ടി ഒരു ലൈക്ക് അടിക്കും, ഒരു ഷൗട്ട് ഔട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാമ്പെല്ലാം ഊരിയെടുത്തു. യെസ്. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റോക്കിലോട്ടാക്കി. എന്തിനാണെന്ന് നിങ്ങൾക്ക് വഴികെ വയ്ക്കുക, വരുന്ന വീഡിയോസിൽ കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ജസ്റ്റ് ലൈറ്റൊക്കെ കത്തുമല്ലോ. എല്ലാം സെറ്റല്ലേ? യെസ്, ലൈറ്റെല്ലാം കത്തും. ഇതുമ്പം ലൈറ്റൊക്കെ ഓക്കെ അല്ലേ? യെസ് യെസ്, എല്ലാം ഓക്കെ. ബാറ്ററി കളയണ്ട. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. യെസ്. അപ്പോൾ വണ്ടിയുടെ സംഭവങ്ങളൊക്കെ ഊരി കണ്ടോ. അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പണിയും ചെയ്ത അവനാണ്. അപ്പോൾ എല്ലാം ഊരി. ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി ഇന്നലെ കൊണ്ടുവന്ന് ഇതൊക്കെ അടച്ചപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടോ. വണ്ടി കഴുകണം. കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് അഴുക്കില്ല. അന്ന് ഷോയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴുകിയില്ല. എന്തായാലും വണ്ടി തിളങ്ങിയിരിക്കട്ടെ എന്ന് വെച്ച് അതൊക്കെ തിളങ്ങിയെടുക്കണം. അപ്പോൾ ഓക്കെ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വണ്ടി വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ 2 വണ്ടി വാഷ് ചെയ്യാമെന്ന് വെച്ച് ഡ്യൂക്കും കഴുകണം, ഇതും കഴുകണം. അപ്പോൾ ഇതിൻ്റെ സർവീസ് ചെയ്തിട്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ഉടനെ ഇടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും അതിൻ്റെ വീഡിയോ ഇപ്പോൾ വേണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ എത്ര രൂപയായി അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ സെറ്റാക്കി വരാം. പിന്നെ ഈ 2 വണ്ടിയുടെ വീഡിയോ ഇതിനിപ്പോൾ സിംഗിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. 2 മാരി ലുക്കല്ലേ. വാവ്. അപ്പോൾ ഇതിന് സിംഗിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പം ചെറിയ എഞ്ചിനല്ല, ചെറിയ എന്തോ സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൊണ്ടുപോയി ശരിയാക്കണം. ഉടനെ അത് സെറ്റാക്കാം. അതുകൊണ്ട് അത് ഓടിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക്
കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മൾ അന്ന് കൊണ്ടുവന്ന് ഈവൻ റൈഡ് അടിച്ചാണ്. പക്ഷെ അത് അധികം വ്യൂസ് ഒന്നും കയറില്ല. കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടുക എൻ്റെ ലിങ്ക്. അപ്പം ഇതിനെ ഇന്ന് എടുത്തോണ്ടോ അല്ലെങ്കിൽ ഇതിനെ എടുത്തോണ്ടോ നമുക്ക് അന്ന് ഓഫർ റോഡ് അടിച്ചൊരു മലയുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്യൂൽ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടോ സീറ്റിൻ്റെ അടിയൊക്കെ ഉണ്ടോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ സംഭവമൊക്കെ വരണുണ്ടോ. അതുപോലെ തന്നെയാണ് ഇത്. രണ്ട് സെയിം തന്നെയാണല്ലേ കാണാൻ. ഇത് കുറച്ച് പൊക്കം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ വണ്ടി കഴുകാം. വണ്ടി കഴുകലാണ് പണി. എൻ്റെ എന്തായാലും പെട്ടെന്നൊരു വാശി ചെയ്തിട്ടുള്ള കഴിവുകളില്ല, തീരെ ഇരുന്ന് കഴിവുന്നില്ല. കാരണം നല്ല നട്ടുച്ചയായി, ഇനി വണ്ടി കഴുകുന്നു വയ്യ. അപ്പോൾ ഇനി പ്രഷർ വാഷ് എടുത്ത് ഷടയെന്ന് പറഞ്ഞടിക്കുക. പക്ഷെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേഗം കഴുകാം. കണ്ണാടി ടാങ്കായി, കണ്ണാടി കഴുകിയപ്പോൾ കണ്ടോ, കണ്ണാടി ഇല്ലേ? ആ കൊള്ളാം. പൂച്ചക്കുട്ടി പോയാൽ ഇവൻ്റെ വണ്ടി കൂടെ കഴിവാണ്ട് ഞാൻ എൻ്റെ വണ്ടി കഴുകി സെറ്റാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ച്. ചെയിനും കാര്യങ്ങളൊന്നും കഴിയില്ല, അല്ലാതെ തന്നെ ഒരു സാധാരണ വാഷ് ചെയ്ത് അപ്പോൾ അത് സെറ്റ് ചെയ്ത് എന്തായാലും പുറത്തിറക്കി വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. നമ്മൾ വണ്ടി കഴുകിക്കൊണ്ടിരുന്ന് പോകുന്ന ഒരാൾ മീശ കണ്ട്, എന്തൊരു മീശ, ഇവന് വരും ഇത്ര മീശ. അതിൻ്റെ ഇടയിൽ ഇതിൽ വയ്ക്കും, ഡ്യൂക്കിൽ വയ്ക്കും, അതാകുമ്പോൾ കുറച്ച് നല്ല രസമായിരിക്കും. അതാ പോയി എൻ്റെ വണ്ടി കയറില്ലേ, മാന്താമല്ലാണെങ്കിൽ കാലിൽ ഓടിച്ചു പോകും. ചുമ്മാ പറഞ്ഞാൽ കാലിലൊന്നും ഓടിക്കില്ല. അപ്പോൾ അവൻ്റെ വണ്ടി കഴി സെറ്റാക്കി. അപ്പോൾ ഇതിനെ അതിൻ്റെ രണ്ടും കൂടെ എടുത്ത് പുറത്ത് കൊണ്ട് വയ്ക്കണം. കണ്ണാടിയൊക്കെ കാണാം. നമുക്ക് പുറത്ത് പോകാം. വണ്ടി വൃത്തിയാക്കി കൊണ്ട് ഇതാ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫുള്ള് വൃത്തി, രക്ഷയില്ല. ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ അടിപൊളിയായിരുന്നു. കീയൊക്കെ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഫുള്ള് വൃത്തി, ഇനി ഷീറ്റിട്ട് മൂടി വെച്ചാൽ മതി. അപ്പം വൈകിട്ട് ഇതെടുത്തുകൊണ്ട് നമുക്ക് മലയിൽ എവിടെയൊക്കെ പോവാം. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ സമയം. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ. എന്തായാലും ആ സംഭവം ഊരണമായിരുന്നു, അത് നമ്മൾ കൂരി പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് സംഭവം ഊരണമായിരുന്നു. അപ്പോൾ എന്തായാലും തിരിച്ച് സ്റ്റോക്കിലോട്ടാക്കിയിട്ടുണ്ട്. സംഭവം വയ്ക്കാനാണ് അത് ഊരിയത്. അപ്പോൾ എന്തായാലും അത് ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ അടിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ബൈ. പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ്.